സർ അങ്ങനെയാണെങ്കിൽ ഒരു 5 ഫുഡ് ഐറ്റംസ് പറയാൻ പറ്റും ബ്രെയിൻ ഹെൽപ്പ് ചെയ്യുന്നത്? അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിറ്റാമിൻ ഇ, ആൻറ്റി ഓക്സിഡൻസ്. അത് ബ്രെയിനിലെ മോസ്റ്റ് സ്ട്രോങ്കസ്റ്റ് ആൻറ്റി ഓക്സിഡൻസ് വിറ്റാമിൻ ഇ. അതിൻ്റെ സ്ട്രോങ്കസ്റ്റ് സോഴ്സാണ് ബ്ലൂബെറീസ്. ബ്ലൂബെറീസ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം കൾട്ടിവേഷൻ ഒന്നും ആദ്യം ആയിട്ടില്ല, പക്ഷേ ഒരുപാട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഈ ഡെമെൻഷ്യനൊക്കെ ഒരു പരിധി വരെ നമുക്ക് അതിൻ്റെ ഓൺസെറ്റ് ഡിസലറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ബ്ലൂബെറീസ്. പിന്നെ ഒമേഗ ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വളരെ നല്ലതാണ്. അതായത് ഈ കൊഴുവ പോലത്തെ ചെറിയ മീനുകൾ, മത്തി, ഇതൊക്കെ യൂസ്ഫുൾ ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻസും ഈ വിറ്റാമിൻ ബി റിച്ച് ആയിട്ടുള്ള സി റിച്ച് ആയിട്ടുള്ള നട്ട്സ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ബദാം, ആൽമണ്ട്, പിസ്ത ഒക്കെ യൂസ്ഫുൾ ആണ്. പിന്നെ നമുക്ക് ചില ഈ റെസ്വറാട്രോൾ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ, അത് ബേസിക്കലി നമുക്ക് മെമ്മറിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡെമെൻഷ്യയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ. ഡെമെൻഷ്യന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ അതിൻ്റെ ഓൺസെറ്റിനെ നമുക്ക് ഡിസലറേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സമയം റെസ്വറാട്രോൾ. അത് ഈ ഗ്രേപ്സിലൊക്കെ കാണുന്നതാണ്. ഫ്രാൻസിലെ ആൾക്കാർ അവരുടെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഡിന്നർ കഴിഞ്ഞാൽ ഈ ഗ്രേപ്പ് വൈൻ കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഫ്രാൻസിലൊക്കെ ഡെമെൻഷ്യ വളരെ കുറവാണ്. വളരെ അഡ്വാൻസ് ഏജിൽ അത് 90 ഇയേഴ്സ് കഴിയുമ്പോഴേ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ കണ്ടുപിടിച്ചാണ്. അപ്പം ഗ്രേപ്പ് ജ്യൂസ് അല്ലെങ്കിൽ ഇതിലൊക്കെ റെസ്വറാട്രോൾ ഈ ഡെമെൻഷ്യനെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഗ്രീൻ ടീ ഒക്കെ അതൊരു വളരെ സ്ട്രോങ് ആൻറ്റി ഓക്സിഡൻസ്. അപ്പം ന്യൂറോണൽ വൈറ്റാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ന്യൂറോണൽ ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഗ്രീൻ ടീ ഹെൽപ്പ് ചെയ്യും. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സപ്ലിമെൻറ്റ്സ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ആൾക്കാർ ഇതിനെ ഓരോ ക്യാപ്സുൽ ഫോമിലാക്കി ഒരു ബിസിനസ്സിൽ ഉപയോഗിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ നാച്ചുറലി നമ്മുടെ ഫുഡിലൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്.